സോ ഗായ്സ് പ്രൊജക്ട് ഹെയിൽ മേരി. സോ ആ മൂവി കണ്ടു. നല്ലൊരു ഗംഭീര പടം ഇല്ല, അടിപൊളി പടം ഉണ്ട്. കാരണം ഇത് നല്ലൊരു, ഞാൻ പല ആൾക്കാരും ഇത് ഇൻഡസ്റ്റെല്ലാറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ അല്ല, ഫോറിനിൽ. പക്ഷേ അത്രയ്ക്കുള്ള ഇല്ല. അത് കൂടുതലും ഒരു ആ മൂവിയിൽ 100%-ൽ 70% നമ്മുടെ റിയൽ ലൈഫ് സയൻസിനോട് നീതി പുലർത്തിക്കൊണ്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായ ഒരു മൂവിയാണ് ഇൻഡസ്റ്റെല്ലാർ എന്ന് പറയുന്ന ഒരു സാധനം. സോ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന എനിക്ക് തോന്നിയത് അത് കമ്പയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ബട്ട് ഈ മൂവി എനിക്ക് തോന്നുന്നു ബാക്കി നമ്മൾ ഇഷ്ടംപോലെ സ്പേസിലേക്ക് ഈ ഒരു വേറെ പ്ലാനറ്റ് തേടി നമ്മുടെ പ്ലാനറ്റ് നശിക്കാൻ പോകുന്നു, വേറൊരു പ്ലാനറ്റ് തേടി പോകുന്നു. അതേ ഒരു ജോണറയിൽ വരുന്ന, ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരുപാട് മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒരു പടി മാറ്റി നിർത്തുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു ഏലിയൻ ക്രീച്ചറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ നായകനും ഒരു ഏലിയൻ ക്രീച്ചറും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. സോ അവർ തമ്മിൽ ആ ഒരു കോൺവെർസേഷൻസും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങും കൂടെ എടുത്ത് കാണിക്കുന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് മാറി നിൽക്കുന്നു. കാരണം സ്ഥിരം കാണുന്ന ഇതിൽ കൂടുതലും രക്ഷിക്കണം, ആ ഒരു പ്ലാനറ്റിനെ സേവ് ചെയ്യണം, അതാണ് മെയിൻ ഇത്. പക്ഷെ അവർ രണ്ടുപേരും പരസ്പരം അവരുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും, പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ കോമഡികളും മറ്റേതെല്ലാം അങ്ങനെ. ഇൻഡസ്റ്റെല്ലാറിന് കോമഡി ഇല്ല, ഫുൾ ത്രൂ ഔട്ട് സീരിയസ് സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ഈ ഒരു പ്രൊജക്ട് ഹെയിൽ മേരി എന്ന് പറയുന്നത്. സോ നല്ലൊരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു ഈ മൂവി നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഞാനിനി താഴെ പറയാൻ പോകുന്ന തിയേറ്റേഴ്സുകളിൽ നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് കൂടുതൽ കുളിർമ ഏകുന്ന തരത്തിലുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. അതായത് 2D, 3D, 4DX, IMAX. സോ ഈ പറയുന്ന തിയേറ്ററുകളിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. ഇത് പറയാനുള്ള കാരണം ഞാൻ 2Dയിലാണ് കണ്ടത്, നോർമൽ. എന്നിട്ട് പോലും ഇതിൻ്റെ ഓരോ ഫ്രെയിമും അതിൻ്റെ ലൈറ്റിങ്ങും അത് ഗംഭീരമായിരുന്നു. ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും ഇത് അത്ര കിഡിലും ഫ്രെയിമിങ്ങും ഓരോ ഷോട്ടും അടിപൊളിയായിരുന്നു വേണമെങ്കിൽ പറയാം. എടുത്തെടുത്ത് പല ഷോട്ടുകളും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ലെവലാണ് അവരെടുത്ത് വെച്ചേക്കുന്നത്. അതിനൊപ്പം ലൈറ്റിങ്ങും ഗംഭീര സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ബോറിംഗ് ആയിട്ട് എവിടെ ഒരു ഫ്രെയിമില്ല, എല്ലാ ഫ്രെയിമും അടിപൊളിയാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ ഒരു പച്ച കളർ പ്ലാനറ്റൊക്കെ കാണിക്കുക, അതിൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് ആ ഒരു സീനില്ലെങ്കിൽ ഒരുപാട് സീക്വൻസുകളുണ്ട്, അതൊക്കെ അടിപൊളിയാണ്. അത് എനിക്ക് 2Dയിൽ കണ്ടിട്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടി. അതിൻ്റെ ഒപ്പം ഉള്ള മ്യൂസിക്കും കൂടെ കേട്ടപ്പോൾ അതിൻ്റെ ഒരു ഫീൽ എനിക്ക് ശരിക്കും കിട്ടി. സോ നിങ്ങളപ്പോൾ ഒന്ന് ആലോചിച്ചാൽ അതൊരു 4DXലോ 3Dയിലോ അല്ലെങ്കിൽ IMAX സ്ക്രീനിലൊക്കെയാണ് കാണുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്നും പറഞ്ഞ് 2D മോശമാണെന്നല്ല, 2Dയിൽ കണ്ടാലും നല്ലതാണ് ഈ ഒരു മൂവി. നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട്, പക്ഷെ അങ്ങനെ എവിടെയും ലാഗ് ഒന്നും തോന്നാതെ നല്ല രീതിയിൽ അധികം ഒരുപാട് ആൾക്കാരുള്ള സീൻസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. മെയിൻലി നമ്മുടെ ആ ഒരു റയൻ ഗോസ്ലിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഏലിയൻ ക്രീച്ചറും തമ്മിലുള്ള കോൺവെർസേഷനും അവർ തമ്മിലുള്ള ആ ഒരു ഇതാണ് കാണിക്കുന്നത്. സോ എന്നിട്ട് പോലും നമുക്ക് എവിടെയും ബോറടിക്കുന്നില്ല. അതൊരു മെയിൻ ഫാക്ടറാണിത്. നമുക്ക് എവിടെയും ലാഗ് ഫീൽ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം, ഞാൻ സജസ്റ്റ് ചെയ്യും. ബട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇൻഡസ്റ്റെല്ലാറായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കാരണം ഇതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ബട്ട് മെയിൻ തീം എനിക്ക് അറിയാം, അത് നമ്മുടെ പ്ലാനറ്റിനെ സേവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെയിൻ തീമാണ് രണ്ടിലും ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ രണ്ടുപേരും അത് മേക്ക് ചെയ്ത് ലാസ്റ്റ് കൊണ്ടെത്തിച്ചേക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതാണ് ഇതിനെ മറ്റേതിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്ന ഒരു മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഏലിയനെ ആഡ് ചെയ്തതും, പിന്നെ നിങ്ങൾ മൂവി കാണുമ്പോൾ മനസ്സിലാവും ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ നായകൻ റയൻ ഗോസ്ലിംഗ് എവിടെയാണ് എത്തുന്നത്, എങ്ങനെയൊക്കെ എവിടെ ലാസ്റ്റ് എത്തിച്ചേരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആ മൂവി കാണുമ്പോൾ മനസ്സിലാവും. അതായത് എനിക്ക് ആ ഒരു സ്പേസിൻ്റെ ഫീല് നമുക്ക് ശരിക്കും കിട്ടും. അത് ഈവൻ 2Dയിൽ കണ്ടിട്ട് പോലും എനിക്ക് ശരിക്കും കിട്ടി. ആ ഒരു സെറ്റ് ഇല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഷിപ്പ് ബിൽഡ് ചെയ്തേക്കുന്ന രീതിയും അത് അത്രയ്ക്ക് നമുക്ക് ഒട്ടും എവിടെയും ഫേക്കാണെന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ ഈവൻ ഏലിയൻ ആ ഒരു ക്രീച്ചറുടെ സ്പേസ് ഷിപ്പും ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊരു പുതിയ സംഭവമാണ്, നമുക്ക് ഒട്ടും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യം ഫസ്റ്റ് ടൈം നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
സോ ഇതുവരെ നമ്മൾ വേറെ മൂവീസിൽ അങ്ങനെയൊന്നും ഇതേപോലെ ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഈ ഒരു കോൺസെപ്റ്റ്, ഈ മൂവിയിലെ കോൺസെപ്റ്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഏലിയൻ്റെ സ്പേസ്ഷിപ്പ് ഡിസൈൻ ചെയ്തേക്കുന്ന രീതിയും അതും അതിൻ്റെ സ്കെയിലൊക്കെ കാണിക്കുന്നതും അതൊക്കെ അടിപൊളിയാണ്. സോ ലാസ്റ്റ് അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ പോയി കണ്ടോ. സോ മൊത്തത്തിൽ ഈ ഒരു മൂവി ഒരു മസ്റ്റ് വാച്ച് എന്ന് എനിക്ക് പറയാമെന്ന് തോന്നുന്നില്ല. ബട്ട് ചിലവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കും. കാരണം ഇതിൻ്റെ മേക്കിംഗ് ആ ഒരു ലെവൽ അടിപൊളി മേക്കിംഗ് ആണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിപ്ലൈ താഴെ കമൻറ്റ് ചെയ്യാം.